final call and on the stage. ഒരിക്കൽ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നി. അവളും ശ്രദ്ധിച്ചു. വഴിയരികിൽ തന്നെ നോക്കി നിൽക്കുന്ന വെളുത്ത് മെഴുകി സുമുഖനായ ചെറുപ്പക്കാരനെ ആദ്യമൊന്നും മുഖം പിടിച്ചില്ല. അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ ഒരു ദിവസം സലീം തന്റെ സർവ്വധൈര്യവും സംഭരിച്ച് തന്റെ ഇഷ്ടം സൈനവെ അറിയിച്ചു. സൈനവ, എനക്കെന്റെ ഇഷ്ടമാണ്, തീർത്തിഷ്ടാണ്. വേണ്ട, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, എനിക്കിഷ്ടമല്ല. സൈനവ, തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. സ്വന്തം മുന്നിൽ ഒന്നുമല്ല. നാളിനെ കഴിയുന്നതും അവളുടെ മനസ്സിലും പ്രണയമഴ പെയ്തുടങ്ങി.
എനിക്ക് ഓളെ ഇഷ്ടം. ബാപ്പ എനിക്ക് നടത്തി തരണം. ഇറങ്ങി നടന്നു. അവന്റെ മനസ്സിൽ അവളുടെ ഒരു കൽക്കണ്ട കനിയായി നിറഞ്ഞു നിന്നു. ഒടുവിൽ എതിർപ്പുകളെല്ലാം അവഗണിച്ച് സലീം സൈനബയെ സ്വന്തമാക്കി. അന്ന് രാത്രി ഇല്ലാൻപകൾ ഒടുങ്ങിയ മണിയറി കുപ്പിവളകൾ പൊട്ടിച്ചിരിച്ചു. വില കുറഞ്ഞ അത്തരന്റെ ഗന്ധം, കിസ് പാട്ടിന്റെ നേരിട്ട് ആലാപനം, സന്തോഷത്തിന്റെ സുവർണ നാളുകൾ. വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. സൈനബ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. പക്ഷേ നാളുകൾ കഴിയും തോറും പ്രാരാബ്ദങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ ഉറച്ചു. സലീമിന് തന്റെ ഭാര്യയോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. 2 പെറ്റപ്പോ പെണ്ണിന്റെ മുഞ്ചു പോയി. മാത്രമല്ല എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞിരുന്ന സലീമിന് ഈ കുടിലിൽ ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾ കൂടിയായപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾ പോലും ബുദ്ധിമുട്ടായി. സലീം ഇപ്പോൾ സ്ഥിരമായ വീട്ടിൽ വരാറേയില്ല. വല്ലപ്പോഴും വന്നു കയറും. വന്നാ തൊട്ടതിന് പിടിച്ചതിന് ഒക്കെ വഴക്കുണ്ടാക്കും. പാവം സൈനബ. അവളുടെ ജീവിതം ദുരിതപൂർണമായി. കുട്ടികളുടെ വിശപ്പടക്കാൻ അവളേറെ ദുരിതപ്പെട്ടു. തന്റെ സങ്കടങ്ങളെല്ലാം കണ്ണീരിൽ ചാലിച്ച് അവൾ കഴുകി കളയുകയായിരുന്നു. അത്തരം സുഗന്ധമെല്ലാം അകന്നുപോയി. കുപ്പികളകലെങ്ങോ ചിരിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സൈനബയോട് അയൽക്കാർ ചോദിച്ചു, ഷാജിയെ പോയി ചെല്ലിന തരക്കാര്യം എന്നൊക്കെ പറയാനായിട്ട് നേരാണോ? പറഞ്ഞു നിങ്ങളുടെ പടച്ചോനെ നിർത്താൻ പറയരുത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒരു ദിവസം സലീം വീട്ടിലേക്ക് കയറി വന്നു. അയാൾ നന്നേ മദ്യപിച്ചിരുന്നു. അയാൾ മുഖം വിറപ്പിച്ചിരുന്നു. നമ്മളാ കൈ പിടിച്ചു. അവളോട് സ്നേഹം നിന്നെ തലേ കെട്ടി വെച്ചതാ. എന്റെ എല്ലാ നാശത്തിനും കാരണം എന്റെ വീട്ടുകാരാണ്. എല്ലാത്തിനും ഒറ്റ കാരണം. നിങ്ങൾക്കൊക്കെ പറയാം മൊഴിച്ചെല്ലുന്നതിലും അയാൾ കാണിച്ചു തികഞ്ഞ ശൂന്യത. അമ്മയും 2 കുഞ്ഞുങ്ങളും. തന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ മാറോടക്കിയ അമ്മയും കിടക്കും. പാവം പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങൾ. ഇനി അവരുടെ ഭാവി അവനെ എങ്ങനെ വളർത്തും? ജീവിതത്തിൽ കുട്ടികളുടെ വിശപ്പടക്കാൻ എന്ത് ചെയ്യും? അവൾ പല വാതിലുകളും മുട്ടി. പക്ഷേ ആരും അവളുടെ കണ്ണിൽ കണ്ടില്ല. ആമാശയഭിത്തുകളെ വിശപ്പ് കാത്തുനിന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ ഉദയത്തിന് പലതരത്തിൽ കാരണമായ വിശപ്പ്. ആവശ്യമുള്ള സംഘങ്ങൾ അവളെ വലിഞ്ഞുകൂട്ടി. ചെറുപ്പം വിട്ടുമാറിയിട്ടില്ലാത്ത അവളുടെ മുഖം ഒളികണ്ണുകളോട് നോക്കാൻ ആളുകളുണ്ട്. ആ കടക്കണിൽ പുതിയൊരു ഭാവം മറ്റൊരാളായി. രാത്രിയുടെ നിശബ്ദതയിൽ വീടിന് മുന്നിലേക്ക് നിഴലുകൾ പതുങ്ങി പതുങ്ങി തുടങ്ങി. ആടുത്ത് വീണ്ടും തീ പുകഞ്ഞു.
അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തമ്പുരാനെ, എന്നോട് പൊറുക്കണേ. കാലം കടന്നുപോയി. സൈനവ മൂന്നാമത് ഒരു കുഞ്ഞിന് ജന്മം നൽകി. കണ്ടാൽ ഒരു മനുഷ്യക്കുട്ടിയാണെന്ന് തോന്നുകയില്ല. പോലൊരു കുഞ്ഞ്. ഒരു ദിവസം വീട്ടുടമസ്ഥൻ വീട്ടിലേക്ക് കയറി വന്നു. ഈ നിമിഷം നീയോടെ നിന്നാണ് നാശം പിടിച്ച നിന്നെ അവിടെ താമസിപ്പിച്ച ഈ നാട്ടുകാരനെ കൂടെ എന്നെ തന്നെ കൊല്ലും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീയോടെ നിന്നിറങ്ങണം. പ്രിയമുള്ളവരെ, ആർക്കാണ് പിടിച്ചത്? സൈനവയോ? അതോ അവളുടെ ഭർത്താവോ? അതോ അവളെ അടുത്ത ചാലിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹമോ? ആർക്കാണ് പിടിച്ചത്? പരിശുദ്ധയായ സൈനവ തന്റെ മക്കളുമൊത്തിറങ്ങി. അറ്റമില്ലാത്ത പാത അവൾക്ക് മുൻപിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇറങ്ങുന്ന പട്ടണം ഒരു പീഠത്തിന്റെ അവർ അഭയം തേടി. പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ തന്റെ മൂത്ത രണ്ട് കുഞ്ഞുങ്ങളെ കാണാനില്ല. അയ്യോ, അയ്യോ, കുഞ്ഞുങ്ങൾ അവരോട് പോയി. മക്കളെ, നിങ്ങൾ എവിടെ പോയോ? തന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ആ തെരുവ് മുഴുവൻ അമ്മ അലഞ്ഞു നടന്നു. പക്ഷേ ഇന്ന് കണ്ടെത്താനായില്ല. ആ കുഞ്ഞുങ്ങളെ നമുക്കിത് കാണാം. കോഴിക്കോട് പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ചെല്ലുമ്പോൾ ചേട്ടാ, വെള്ളം തന്നെ ചേട്ടാ. എന്നിട്ട് കേട്ടിട്ട് 2 ദിവസമായി. വെള്ളം താങ്ങുന്നു. പരിശുദ്ധ റംസാൻ മാസം അവൾ പലരുടെയും മുമ്പിൽ കൈനീട്ടി. ചേട്ടാ, വെള്ളം തന്നെ ചേട്ടാ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് 2 ദിവസമായി. ശല്യങ്ങൾ മാറുന്നില്ലേ? ഇളയ കുഞ്ഞിന്റെ ചെവിതിളക്കുന്ന കരച്ചിൽ അവളുടെ നെഞ്ചിലേക്ക് പൂത്തിക്കയറും. അവളുടെ കൈകൾ കുഞ്ഞിന്റെ മാറമർന്നു. സാവധാനം വേദത്തിൽ അത് കുഞ്ഞിന്റെ കഴുത്തിൽ ചെന്നിരുന്നു. അവളുടെ കൈകൾ കുഞ്ഞിന്റെ കഴുത്തിൽ തൊടുന്നു. കണ്ണു തുറച്ചു, ആവർത്തിച്ചു. ആ കുഞ്ഞിന്റെ ശബ്ദം, ആ കുഞ്ഞിന്റെ ശബ്ദം എന്നേക്കും അന്തരിച്ചു. പള്ളിയിൽ നിന്നുള്ള വാങ്ങുവിളി കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. അപ്പോഴും അവളുടെ കൈകൾ കുഞ്ഞിന്റെ മാറ വന്നിരിക്കുകയായിരുന്നു. എന്റെ മോൻ, എന്റെ മോനെ കരയില്ല. എന്റെ കുഞ്ഞിനെ വിശക്കില്ല. മോനെ, നീ കരയണ്ട. നിനക്ക് വിശക്കില്ലടാ. എല്ലാ ബന്ധങ്ങളിൽ നിന്നും അമ്മ സ്വതന്ത്രയായിരിക്കുന്നു. അമ്മയുടെ സ്വാതന്ത്ര്യം. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അമ്മ നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ നിർദ്ദയം കാലത്ത് തിരിച്ചു കൊന്നു. കരുണ സോദരി, നീ ചെയ്തത് പാപമാണ്. നീ ഒരു അമ്മയല്ലേ? ഇത് അവളോട് പറയാൻ ആർക്കാണ് അവകാശം? അതിന്റെ ചൊല്ലുവാനാകാശം നീതിപീഠങ്ങൾക്കുണ്ടോ? കലശാസനങ്ങൾക്കുണ്ടോ? സാക്ഷിക്കുണ്ടോ? പ്രിയമുള്ളവരെ, സൈനവമാരും അമ്മത്തൊട്ടിലുകളും സമ്പന്നതയിലേക്ക് നീങ്ങുന്നത് നമ്മുടെ നാടിന് ഭൂഷണമല്ല. സിംഹാസനങ്ങളും സുവർണ്ണ ഗോപുരങ്ങളും കൈയടക്കുവാനായി നാം ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഇല്ലായ്മകളുടെ നരക